തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ചോദ്യം വരുന്നപ്പോൾ അവരെ പറ്റിക്കുന്ന കഴിയുന്ന രൂപത്തിലേക്കുള്ള സമീപനം. ഇതാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിനെ ജനങ്ങൾ ആരും വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള കോൺഗ്രസുമായിട്ടാണ് ജി സുധാകരൻ അദ്ദേഹം ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അഴിമതിക്കെതിരായിട്ട് വലിയ കൃഷിയുദ്ധം നടത്തുന്ന ആളാണെന്ന് പറയുന്നത്. അഴിമതിക്കെതിരായിട്ട് UDF ഭരണകാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇപ്പോഴും അതിൻ്റെ വീഡിയോ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ കുറിച്ച്, ആ മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ച് ഈ സുധാകരൻ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഉമ്മൻചാണ്ടിയും 7 ക്രിമിനലുകളും കേരളത്തിൽ ഭരിക്കുകയാണ്, 7 ക്രിമിനലുകളാണ് ഈ കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചയിൽ നടത്തിയ കാര്യങ്ങളും എല്ലാം ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതാണ്, ആ കോൺഗ്രസുമായിട്ടാണ് അദ്ദേഹം ഇപ്പം വലിയ ചങ്ങാത്തത്തിൽ ആയിരിക്കുകയാണ്. ഇവിടെ സീറ്റ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് സീറ്റ് മേടിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി, വലിയ സമ്മർദ്ദം ഞങ്ങളുടെ മേലിലൊക്കെ ഏർപ്പെടുത്തി. പക്ഷേ പാർട്ടി തീരുമാനിച്ചു യാതൊരു കാരണവശാലും ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. കാരണം ഒരുപാട് മത്സരിപ്പിച്ചു, ഇനി എന്തിനാണ് മത്സരിപ്പിക്കുന്നത്? 80 വയസ്സായ സാഹചര്യത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പണി നടത്തി നോക്കി, രക്ഷയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നേരെ UDF പാളയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. UDF പാളയത്തിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഒരു ചഞ്ചലിപ്പുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് സർവതന്ത്ര സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും, BJPയുടെ വോട്ട് സ്വീകരിക്കും, അതുപോലെ കോൺഗ്രസിൻ്റെ വോട്ട് സ്വീകരിക്കും, മുഴുവൻ പേരുടെ വോട്ട് സ്വീകരിക്കൊണ്ട് സർവതന്ത്ര സ്വതന്ത്രനായി ഞാനിതാ വിജയശ്രീലാളിതനായി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. അങ്ങനെ എല്ലാവരോട് എല്ലാ വർഗീയ ശക്തികളുമായിട്ടും സഹകരിക്കാൻ, എങ്ങനെ ആരെ പിടിച്ചാലും എനിക്ക് ജയിക്കണം എന്ന രൂപത്തിലേക്കുള്ള സ്വീകരണം. അങ്ങനെയാണ് UDF പാളയത്തിൽ ചെന്നത്. UDF പാളയത്തിൽ ചെന്നതിന് അന്ന് മുതൽ അദ്ദേഹം UDFനകത്താണ് പോകണം. കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടണമല്ലോ. കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേര് പറഞ്ഞതെല്ലാം വിഴുങ്ങിയല്ലോ, അതായത് കോൺഗ്രസിനെ കുറിച്ച് എല്ലാം പറഞ്ഞെല്ലാം വിഴുങ്ങിയിട്ട്, എന്നിട്ട് സത്യസന്ധമല്ലാത്ത, വസ്തുതാപരമല്ലാത്ത, നെറികെട്ട പ്രചരണങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വേറെ ഇപ്പോൾ ഇന്നിപ്പം പറഞ്ഞിരിക്കുന്നു, ഇന്നെന്താ പറഞ്ഞേക്കണേ? ഭുവനേശ്വരനെ കൊന്ന നേരത്തെ പറഞ്ഞ ഗുണ്ടകൾ വന്നത്, അതെ, നായർ ഗുണ്ടകൾ ഉണ്ടെന്ന് പ്രചരിപ്പിച്ച ആള് KSUവിന് ബന്ധമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പടിയും കൂടെ പറഞ്ഞ് SFIക്കാരാണ്, മാർക്സിസ്റ്റുകാർ പറഞ്ഞു വിട്ടനുസരിച്ച് SFIക്കാർ പോയി, SFI ക്രിമിനലുകൾ പോയി ചെയ്താണെന്ന് പറഞ്ഞു. ഭുവനേശ്വരൻ്റെ ഇവിടുത്തെ എന്ന് പറയാൻ ഒരു മടിയും ഒരു ലജ്ജയും അദ്ദേഹത്തിനില്ലല്ലോ. 10 വോട്ടിന് വേണ്ടിയിട്ട്, ഒന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 10 വോട്ട് നേടാൻ വേണ്ടിയിട്ട്, കോൺഗ്രസ്സുകാരുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് എന്തും നെറിയിട്ട കാര്യങ്ങളും പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. വോട്ടാണ് അദ്ദേഹത്തിന് ഇപ്പം 10 വോട്ട് കിട്ടണം. വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാത്തിനും തള്ളി പറയുക, മുഴുവൻ കാര്യം തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SFI രക്തസാക്ഷിയായിട്ടുള്ള ഭുവനേശ്വരൻ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടതെന്നുള്ള കാര്യം 76-ലാണ് രക്തസാക്ഷി ഉണ്ടായത്, അടിയന്തരാവസ്ഥയ്ക്ക് രക്തസാക്ഷി ഉണ്ടാകുന്നത്. അന്ന് SFIക്കാരാണ് ഇത് ചെയ്തെങ്കിൽ അന്നത്തെ SFIയുടെ നേതാവാരാണ്? ഈ സുധാകരനല്ലേ? ആ സുധാകരനല്ലേ അപ്പോൾ SFIയുടെ ക്രിമിനൽ എന്ന് പറയുന്നത്? ക്രിമിനൽ അയാളല്ലേ? ആ ക്രിമിനലാണോ പറഞ്ഞിട്ടാണോ ഈ സ്വന്തം അനിയനെ കൊന്നത്? 70-ലാണല്ലോ SFI രൂപീകരിച്ചത്. 70-ൽ SFI രൂപീകരിച്ചപ്പോൾ ഇയാള് അന്ന് അതിൻ്റെ ഭാരവാഹിയായിട്ട് വരുന്ന 70-ലാണല്ലോ. കൊല്ലം SN കോളേജിൽ 1968-ലാണ് ഇയാൾ ഫസ്റ്റ് 1ാമത്തെ വർഷം വിദ്യാർത്ഥിയായിട്ട് വന്ന് ചേരുന്നത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വന്ന് ചേരുന്നത്. അതിന് 12 NS കോളേജിലാണ് പഠിച്ചത്. 12 NS കോളേജ് പഠിക്കുമ്പോൾ ഇയാൾ DSUം KSU ഒക്കെയാണ്, SFI ഒന്നും അല്ല. അന്ന് DSUം KSUവിൻ്റെ പ്രയാണമൊക്കെയായിരുന്നു അന്ന്. അതിനുശേഷമാണ് 68-ൽ SN കോളേജിൽ വന്ന് ചേർന്നത്. SN കോളേജിൽ വന്ന് ചേർന്നതിന് ശേഷമാണ് അത് SFI. 70-ലാണ് SFI ഉണ്ടാകുന്നത്. അന്ന് KSF. ആ KSFിനകത്ത് കൊല്ലത്ത് അന്ന് മെമ്പർഷിപ്പ് കൊടുത്തു. അന്നത്തെ ജില്ലാ സെക്രട്ടറി സുബ്രഹ്മണ്യം അദ്ദേഹമാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഇതല്ലേ? അപ്പോൾ എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് അന്ന് 18 വയസ്സ് അപ്പോഴുണ്ട്. 15 വയസ്സുള്ള സമയത്ത് മെമ്പർഷിപ്പ് വന്നാ, പാർട്ടി മെമ്പർഷിപ്പ് വന്നാ പറയുന്ന കേട്ടില്ലേ? 15 വയസ്സ് എന്ത് പച്ചക്കള്ളത്തിലാണ് പറയുന്നത്?
15-ാമത്തെ വയസ്സിൽ പാർട്ടി 15 വയസ്സാകുമ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുമോ? 18 വയസ്സ് ചെയ്യാതെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന പ്രശ്നം ചോദിക്കുന്നില്ലല്ലോ. ഇയൊക്കെ സ്പെഷ്യൽ പരിഗണന കൊടുത്ത് 15-ാമത്തെ വയസ്സിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പച്ചക്കളത്തിൽ അടിച്ചു വിടുകയല്ലേ. 15-ാമത്തെ വയസ്സിൽ കോൺഗ്രസ്സായിട്ട് നടക്കുക. അതിനുശേഷമാണ് 68 അവിടെ ഡിഗ്രിക്ക് വന്നതിന് ശേഷമാണ് പിന്നീടാണ് 70 എസ് എഫ് ഐ രൂപീകരിക്കും, എസ് എഫ് ഐയിൽ വരുന്നു, പിന്നെ എസ് എഫ് ഐയുടെ പ്രവർത്തനമായി വന്ന് എസ് എഫ് ഐയുടെ നേതാവായി വരുന്നത് അല്ലേ. അതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ സ്വന്തം അനിയൻ്റെ രക്തസാക്ഷിത്വത്തെ പോലും എത്ര രൂപത്തിൽ തള്ളിപ്പറയുന്നു. ഒരേ നേരത്തെ NS ഗുണ്ടകളെന്ന് പറഞ്ഞു, അതിനകത്ത് തൃപ്തി വരാഞ്ഞിട്ട് കോൺഗ്രസ്സുകാർക്ക് തൃപ്തി വരാഞ്ഞിട്ട് ഇപ്പം എസ് എഫ് ഐക്കാർ തന്നെ ഇത്, അത് മാർക്സിസ്റ്റുകാർ പറഞ്ഞു വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐക്കാർ വന്ന് കൊലപ്പെടുത്തി, 76-ൽ കൊലപ്പെടുത്തി എന്ന രൂപത്തിലേക്ക് പറയുക എന്ന് പറഞ്ഞാൽ എവിടം വരെ എത്തി, എത്ര വരെ എത്തി? ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ പോകുമോ? ഒരു മുൻ കമ്മ്യൂണിസ്റ്റിന് ഇങ്ങനെ ആകാൻ ഒക്കുമോ? എത്ര അവിടെ പോയി നോക്കുക മാത്രമാണോ? എന്തെല്ലാമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുന്നപ്രയിലെ രക്തസാക്ഷികളെ അവമാനിക്കല്ലേ? പുന്നപ്ര വയലാർ രക്തസാക്ഷികളെ അവമാനിക്കുന്നു. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് പുന്നപ്ര വയലാർ സമരം നടന്നുകൊണ്ടിരുന്നപ്പം ചിലർ തെങ്ങ കയറിയിരിക്കുകയായിരുന്നു. പറഞ്ഞില്ല, ചിലർ തെങ്ങയിൽ കയറിയിരിക്കുകയായിരുന്നു. അവരൊക്കെയാണ് പിന്നെ പുന്നപ്ര വയലാറിൻ്റെ പിന്മുറക്കാരായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ആക്ഷേപിക്കല്ലേ? ഏതെല്ലാം രൂപത്തിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്തും തള്ളി പറയുന്നതിന് ഒരു മടിയും അദ്ദേഹം കാണിക്കില്ല. അത് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് ഒരു സമീപനത്തിലേക്ക് അദ്ദേഹം എത്തി. ഇപ്പോഴാണെങ്കിലും ഏതോ ചാനലുകാർ ഒന്നുണ്ട് ചാനലുകാർ അവർ വസ്തുതാപരമായിട്ട് അവിടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഇയാൾ തോറ്റുപോകുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു തോറ്റുപോയെന്ന് പറഞ്ഞു. രണ്ടുപേർ അവർ എഴുതിയപ്പോൾ അവിടെ തോറ്റുപോകുമെന്ന് പറഞ്ഞു. അല്ലേ, ആ ചാനലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളല്ലോ ഉണ്ടോ? എന്തുമാത്രം ആക്ഷേപങ്ങൾ അവനെ കുറിച്ച് പറയുന്നത്. അത് വന്നതുകൂടിയാണ് സകല ഈ കിളി പോയെന്നൊക്കെ പറയുന്നത്. അതുപോലായി. ഏത് നമ്മുടെ വൈകുന്നേരം അതുപോലായി പോയി കിടക്കുക. എന്തും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ?